ഉരുളൻതണ്ണിക്കാർക്ക് ഈ ക്രിസ്മസ് രാത്രി ഉറക്കമില്ലാത്തതായിരുന്നു. ഒന്നാം പാറയിലെ ജനവാസ മേഖലയിലേക്ക് രാത്രി എത്തിയത് 10ഓളം കാട്ടാനകൾ. കൃഷി നശിപ്പിച്ചും താമസക്കാർക്ക് ഭീഷണിയുമായി ആനക്കൂട്ടം മണിക്കൂറുകൾ വീടുകൾക്ക് സമീപം നിലയുറപ്പിച്ചു. പുലർച്ചെയോടെ ആനക്കൂട്ടം കാട്ടിലേക്ക് മടങ്ങാൻ തയ്യാറായെങ്കിലും ഒരാൾ മാത്രം പോയില്ല. വനംവകുപ്പ് ഉദ്യോഗസ്ഥരും നാട്ടുകാരും ചേർന്ന് ആനക്കുട്ടിയെ കാട് കയറ്റാൻ നന്നേ പണിപ്പെട്ടു. ഫോറസ്റ്റിൻ്റെയും അതുപോലെ തന്നെ ജനങ്ങളുടെയും എല്ലാം കൂട്ടായ പരിശ്രമത്തിൽ അതിനെ ഇപ്പോൾ 10 മണിയോടുകൂടി അതിനെ പുഴ കടത്തി അക്കരയ്ക്ക് കയറ്റി വിട്ടു. പക്ഷേ ഈ ആനക്കൂട്ടങ്ങളൊന്നും തന്നെ ദൂരത്തേക്ക് പോകുന്നില്ല. എല്ലാ ആനക്കൂട്ടങ്ങളും ഇവിടെ പുഴയുടെ സൈഡിൽ ഈ ഫോറസ്റ്റിൽ തമ്പടിച്ച് കിടക്കുകയാണ്. രാത്രിയാകുമ്പോൾ ഫെൻസിങ് ക്രോസ് ചെയ്ത് ജനവാസ മേഖലയിലേക്ക് വരികയും ജനങ്ങൾക്ക് രാത്രി ഉറങ്ങാൻ പറ്റാത്ത സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. കുട്ടമ്പുഴ മാത്രമല്ല, കോതമംഗലത്തെ സമീപ പഞ്ചായത്തുകളും നേരിടുന്ന പ്രധാന പ്രശ്നമായി ഇത് മാറുകയാണ്. മുൻപില്ലാത്ത വിധം ആനക്കൂട്ടങ്ങൾ കാടിറങ്ങി ജനവാസ മേഖലയിലേക്ക് എത്തുകയാണ്. സോളാർ വൈദ്യുതി വേലിയടക്കമുള്ള പ്രതിരോധ മാർഗങ്ങൾ മറികടന്നാണ് ആനകളുടെ നാട്ടിലേക്കുള്ള വരവ്. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.